ഇതാണ് നമ്മുടെ സാബിർ താത്ത. സാബിർ താത്ത ഇല്ലേ, ഒരു വീഡിയോ ഞാൻ കണ്ടു. എന്തെന്ന് വെച്ചാൽ സാബിർ താത്ത നന്നായി എന്ന് പറഞ്ഞിട്ട് മാഷാ അല്ലാ, ഒരുപാട് സന്തോഷം. അത് കേട്ട ഉടനെ നമുക്ക് ഒരുപാട് സന്തോഷമായിപ്പോയി. അതെങ്ങനെ നന്നായി എന്ന് പറയുന്നത്, നമ്മുടെ നിയാസ് ഉസ്താദിൻ്റെ ആ വാക്ക്, നിയാസ് ഉസ്താദിനെ അറിയാത്ത ആൾ ആരുമില്ല. നിയാസ് ഉസ്താദിൻ്റെ ആ വാക്ക്, ഓരോരു വാക്കുകളെന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ നന്നാക്കുന്ന രീതിയിൽ, നന്നാവാത്ത ആൾ നന്നായി പോകും ഉസ്താദിൻ്റെ വാക്ക് കേട്ടാൽ. അങ്ങനെയുള്ള ഒരു ഉസ്താദാണ്. പക്ഷെ ആ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഉസ്താദ് നമ്മളത് സാബിർ താത്ത നന്നായി എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. നമുക്ക് കേൾക്കാലോ, സാബിർ താൻ്റെ വാക്കുകളിലേക്ക് കേൾക്കാലോ നമുക്കൊന്ന്. ഇത് സെർച്ച് ചെയ്തിട്ട് കൊടുക്കുക. എന്നെ കാണാത്തവർ ഒരുപാടുണ്ട്, വിഷമിച്ചിരിക്കുന്നത്, അവരെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ നിയാസ് ഉസ്താദ് ഹബീത്താനെ കൊണ്ട് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇത്രയും നല്ലതാണ് നിയാസ് ഉസ്താദ്. ഞാൻ വീഡിയോസ് കേൾക്കണം. കരഞ്ഞുകൊണ്ടൊക്കെ കുറെ വിഷമങ്ങൾ പറയാനുണ്ട്. നിങ്ങളെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നിയാസ് ഉസ്താദ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടും നിയാസ് ഉസ്താദിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ടും നിയാസ് ഉസ്താദിന്റെ ആ സ്നേഹത്തോടു കൂടിയുള്ള എന്നോടുള്ള ശാസ്ത്രലാദിന്റെ വാക്കുകൾ ഞാൻ സ്വീകരിച്ചുകൊണ്ടും പ്രാർത്ഥന സ്വീകരിച്ചതുകൊണ്ടും ഞാൻ നിയാസ് ഉസ്താദെ ഈ ഓവർ മരണപ്പുള്ളി കളി ഞാൻ നിർത്തി. ഇതിനകത്തെ കാണൂല. അപ്പം മാഷാ അല്ലാ, ആ വാക്ക് കേട്ടില്ല. ആ വാക്ക് കേട്ടില്ല നമുക്ക് ഒരുപാട് സന്തോഷമായിപ്പോയി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ഒരാൾ നന്നാന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ സാബിർ താത്താനെ ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ എല്ലാം നന്നായി എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ഇട്ടതിൽ ഒരുപാട് നമുക്ക് സന്തോഷിക്കാം. കുറച്ച് നേരത്തല്ലേ താത്ത നിങ്ങൾ പറഞ്ഞത് ഞാൻ അങ്ങനത്തെ ഡാൻസ് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന്. അപ്പം ഇതെന്ത് താത്ത, അപ്പോൾ ഇത് ഡാൻസ് അല്ലായിരിക്കും അല്ലേ? താത്ത എന്നെ പറഞ്ഞ് ഞാൻ ഡാൻസ് എല്ലാം നിർത്തി പിന്നെ നന്നായി എന്ന്. പക്ഷെ ഇതെന്ത് കണ്ടത്? താത്ത നിങ്ങൾ എന്നെ കല്ലെടുത്ത് എറിയണ്ട. കാരണം വെച്ചാലില്ലേ, ആ വീഡിയോ കണ്ടിട്ടാകുമ്പോൾ ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ് പിന്നെ ഞാൻ നിർത്തിയെന്ന്. പക്ഷേ അതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ, നിങ്ങൾ നിർത്തിയ ആൾ പിന്നെ എന്താ ഇത് വന്നേന്ന് പറഞ്ഞിട്ട്. ഒന്നും വിചാരിക്കല്ല താത്ത ഏട്ടാ. പക്ഷെ അതൊന്നുമല്ല വിഷയം. നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ നമ്മളെ താത്ത പിന്നെ ഒരു വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞ് ആരാ നമ്മളെ ജാസിനെ പറ്റി, ജാസി നല്ലൊരുത്തനാണ്, അങ്ങനെയാണ്, കുറ്റം പറയാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്ത് പറയുന്നത് നോക്കാലോ. പല ആളെ വീഡിയോസ് എടുത്ത് കൊണ്ടുവന്നിട്ട് അവരെ അങ്ങേ അറ്റം വേദനിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസ് ഇടലാണ്, കുറ്റം പറയും കേട്ടോ. നിങ്ങൾ കേൾക്ക്, ഇതിന്റെ താഴെ നിങ്ങൾ നല്ല കമന്റ് ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണേ മക്കളെ. ഇത് നമ്മളെ ഷെരീഫല്ലേ, ഷെരീഫ് നല്ല ബ്ലോഗല്ലേ ചെയ്യാറ്. മതസ്നേഹമൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. സംഭവം അതിന് നേരെ ഉൾട്ടായിട്ട് വേറൊന്ന് വന്നു. കണ്ടോ കടി. എല്ലാവർക്കും സ്നേഹസലാം. അപ്പൊ ഇന്ന് ബറാത്താണ്. അപ്പൊ രാവിലെ തന്നെ എണീറ്റു, കുളിച്ചു, നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കിച്ചണിലേക്ക് കയറി. കാരണം നോമ്പുള്ളത് കൊണ്ട് നോമ്പിലുള്ള എല്ലാ ഐറ്റംസുകളും ഉണ്ടാക്കാനായിരുന്നു. ബറാത്ത് നോമ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷത്തെ പാപങ്ങൾ പുറത്തപ്പെടുന്ന ഒരു നോൽപ്പാണ്. അതുകൂടാണ്ട് തന്നെ ഒരുപാട് ആളെ മനസ്സിലായിക്കത്. മനസ്സിലായി ഷെരീഫ്? നമ്മളെ ജാസിയ ഷെരീഫ് ജാസി തിരിയാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടാ. ഇവനാ നിങ്ങൾക്ക് കണ്ടൂടെ ഷെരീഫ്. സാജിനെ കൊണ്ട് കുറ്റം പറഞ്ഞു നിങ്ങൾക്കറിയാം. പക്ഷെ അതിന്റെ തായൊന്നും എന്താ കുറ്റം പറയുന്നത് കണ്ടിട്ടില്ല. അതിന്റെ താഴെ നന്നായിട്ട് സാജിതനാണ് പറഞ്ഞത്, നന്നായിട്ട് അങ്ങനെ പറഞ്ഞു, നന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നാൽ അതിൻ്റെ അകത്ത് കമന്റ് കാണല്. എല്ലാവരും നീ കുറ്റം വന്ന് പറഞ്ഞ ഒരാളും കേട്ടിട്ടില്ല. പക്ഷെ ഞാനെല്ലാം വീഡിയോ ചെയ്താലോ, ഞാൻ ഒരാളെ കൊണ്ടും കുറ്റം പറഞ്ഞിട്ടില്ല. ഇതിപ്പം ജാസിന്റെ കുറ്റം പറയാനാണ് ഈ പറഞ്ഞത്. എന്തോ ആട്ടെ, അള്ളാഹു താല അവരെ ജാസിന്റെ മനസ്സെന്താണെന്ന് അള്ളാഹ്ക്കല്ലേ അറിഞ്ഞുള്ളൂ. നരകവും സ്വർഗവും കൊടുക്കുന്നത് ഷെരീഫാണോ അല്ലേ നമ്മളാണോ കൊടുക്കുന്നത്? തെറ്റെവിടെയുണ്ട്, ശരി എവിടെയുണ്ട്, അത് അള്ളാഹു അല്ലേ തീരുമാനിക്കുന്നത് അല്ലേ? ശരി തന്നെ. പക്ഷെ അതല്ല താത്ത, നിങ്ങളെ തലയിൽ എന്ത് താത്ത, അത് ഷർട്ടല്ലേ? അല്ല, എനിക്ക് തോന്നിപ്പോയാൽ നിങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടുണ്ട്. അത് ഷർട്ട് തന്നെ തോന്നില്ല. തട്ടത്തിന് പകരം ഇപ്പോൾ ഒരു പുതിയ ഫാഷനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നല്ലോ ഷർട്ട്. നല്ല ഉണ്ട് താത്ത, ഒരു മുടിയും കാണാതെ നല്ലൊരു ഇതാണ് പറഞ്ഞു താത്ത. ഇത് കുറ്റം പറയാൻ പാടില്ല. അപ്പൊ അത് നല്ല സൂപ്പറാണ്, നല്ല കമന്റുകളാ. എന്താ നല്ല കമന്റ്. നമ്മൾ വീഡിയോസ് ചെയ്താൽ കുറ്റം അല്ലേ? ഒരു വീഡിയോസിലും എൻ്റെ ഒരു കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ റിലേറ്റ് വീഡിയോസ് ചെയ്യലില്ല.
കാര്യം ഇതന്നെ ഇപ്പൊ ഞാൻ കുറ്റം പറയാൻ വന്നല്ലോ അല്ലേ? അപ്പൊ ഇത് ഷെരീഫിനെ പറയാൻ വേണ്ടി വന്നല്ല. ഊനത്തായ കമന്റ് ഇടുന്നത് എന്താ മക്കള്, നന്നായി ഷെരീഫ് എങ്ങനെ പറഞ്ഞേ, നന്നായി. ഇത് ജാസീനെ പറ്റി കുറ്റം പറഞ്ഞല്ലേ? ജാസീനെ പറ്റി എത്ര കാലം കുറ്റം പറയുന്നു അല്ലേ? ഞാൻ കുറ്റം പറഞ്ഞില്ല അതിനെ പറ്റിട്ട്. ഞാൻ ഇത് കുറ്റം പറയാൻ വന്നല്ല. പക്ഷെ നിങ്ങൾ കമന്റ് ഇടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനെല്ലാം നല്ല കമന്റ് ഇട്ട് കൊടുക്കാം അല്ലേ? അത് കുറ്റമല്ല. സാജിദ മക്കളെ ഭർത്താവ് ഇല്ലാണ്ട് 5 മക്കളെ പറ്റുന്ന ആളാണ് അല്ലേ? എന്നിട്ട് പറഞ്ഞു ഞാനപ്പേ പാവ അതിന്റെ മനസ്സെത്ര വേദനിച്ചിട്ടുണ്ടാവും. എനക്ക് എല്ലാവരോട് എന്റെ വീഡിയോസ് എടുത്തിട്ട് അത് നല്ല ചെയ്തിട്ട് എനക്കെത്ര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഈ വാപ്പ ഇല്ലാത്ത ഈ മക്കളെ കൊണ്ടെല്ലാം വീഡിയോസ് ചെയ്തിട്ട് എത്ര വിഷമം ഉണ്ടാവും. അതിനൊന്നും ആർക്കൊന്നുമില്ല. അതിന്റെ താഴെ പോയിട്ട് എന്താ കമന്റ്, സൂപ്പറാണ്. ഒരുപാട് വർഷത്തെ പാവങ്ങൾ പൊറുക്കുക. അപ്പൊ കൊല്ലത്തില് ഈ ഒരൊറ്റ നോമ്പ് നോറ്റാൽ മതിയല്ലോ. ഒരുപാട് വർഷത്തെ പാവങ്ങൾ അല്ല ഷെരീഫ്, ഈ കൊല്ലത്തിൽ ഈ ഒരു നോമ്പാ നോക്കുള്ളൂ ഞാൻ അറിയാം. റംസാൻ മാസം നോമ്പ് നടത്തുന്നുണ്ടോ ഇല്ലോ എന്ന് ഞാൻ അറിയാം ഷെരീഫെ. താത്ത, അത് ഷെരീഫ് പറഞ്ഞത് വളരെ കറക്റ്റാണ് താത്ത. നമ്മൾ ഈ 12 മാസത്തിൽ നിന്ന് 11 മാസം നമ്മൾ വേണ്ടാത്ത എല്ലാ ഹറാമും ഇതെല്ലാം ചെയ്ത് ഒരു 10 മാസം തന്നെ കൊടുക്കും. 10 മാസം നമ്മളെല്ലാം ചെയ്ത് ഷഹബാൻ മാസം വരുമ്പോൾ നമ്മൾ ചെയ്ത കുറ്റങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞ് നമ്മ ബറാത്തിൻ്റെ ഒരു നോമ്പ് നോറ്റാൽ നമ്മളെ പാവങ്ങളെല്ലാം പൊറുക്കോ? എൻ്റെ സാബിർത്താത്ത പൊറുക്കോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, അത് പടച്ചോനെടുത്താന്നുള്ളത്. പക്ഷേ പിന്നെ നമ്മൾക്കറിയാം നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമ്മൾക്കറിയാം. പിന്നെ നമ്മൾ ആ തെറ്റിലേക്ക് പോയിട്ട് ഈ ഷഹബാൻ്റെ ബറാത്തിൻ്റെ ഒരു നോമ്പ് നോക്കിയാൽ മതിയോ താത്ത? അത് ഷെരീഫ് പറയുന്നത് കറക്റ്റല്ലേ? എന്താ അതിൽ തെറ്റുണ്ട് താത്ത? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വെച്ചാൽ പിന്നെ എല്ലാം പടച്ചിനത് പടച്ചോനല്ലേ എന്ന്. അതെ, പടച്ചോൻ തന്നെ പടച്ചിനത്. പക്ഷേ പടച്ചോന് ഞമ്മക്കൊരു ബുദ്ധി തന്നിട്ടുണ്ട് നേരായ മാർഗത്തിൽ നടക്കാനുള്ളത്. ഞാനൊരു ആണാണെങ്കിൽ ഞാൻ ആണിൻ്റെ രീതിയിൽ നടക്കണം. അല്ലാണ്ട് ഞാൻ ആണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിൽ ഞാൻ റീച്ചിനും വേണ്ടിയിട്ട് ഞാൻ മറ്റുള്ള കോപ്രായം കാട്ടിയിട്ട് ഞാനൊരു പെൺപേഷം കെട്ടിയിട്ട് നടന്നാൽ അത് പടച്ചോൻ പൊറുക്കോ താത്ത? അത് പറഞ്ഞത് തെറ്റല്ലേ നിങ്ങൾ താത്ത? കാരണം വെച്ചാൽ എപ്പോഴും എന്ന് വെച്ചാൽ പടച്ചോനൻ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് നേരായ മാർഗത്തിൽ കൂടിയിട്ട് നല്ല രീതിയിൽ നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തെറ്റുകൾ നമ്മളിൽ നിന്ന് സംഭവിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം. ഈ ജാസിൻ്റെ കാര്യം ഒരുപാട് ആളുകളാണ് താത്ത ഇതിനെ പറ്റിയിട്ട് എതിർക്കുന്നുള്ളത്. ഒരു മുസ്ലിമിന് അത് ചെയ്യാൻ പാടുള്ളതാണോ? സ്ത്രീ ഫാഷൻ കെട്ടുന്ന്, അമ്പലത്തിൽ പോന്ന്, ചർച്ചിൽ പോന്ന്, പിന്നെ പള്ളിയിലേക്ക് പോന്ന്. അപ്പോൾ അത് ഒരു മുസ്ലിമിന് പിന്നെ മറ്റുള്ള ഇതിലേക്ക് ആചാരങ്ങളിലേക്ക് പിന്നെ ഒരു പെൺപേഷം കെട്ടിയിട്ട് പോകാൻ പാടുണ്ടോ? അത് ചെയ്യുന്ന തെറ്റല്ലേ താത്ത? അതിൽ ഷെരീഫ് പറഞ്ഞത് എന്താണ് തെറ്റ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട താത്ത പറഞ്ഞു തന്നതാത്ര. റമളാൻ മാസം നോമ്പ് വെക്കുന്നുണ്ടോ ഇല്ലോ ഇനി അറിയാം. എൻ്റെ പൊന്നാന ഷെരീഫ്, അനക്ക് ഇന്നോട് ചോദിച്ചില്ല, ഒന്നുമില്ല കുഞ്ഞിമോനെ കേട്ടാ. ഞാൻ എൻ്റെ ഒരു മോൻ തന്നെയാ. പക്ഷേ നിങ്ങൾ കേക്ക് എന്നിട്ട് നിങ്ങൾ എനിക്ക് കഥ സഹിച്ചുകൂടാത്ത ഇതിൻ്റെ അടിയിൽ പോയിട്ട് എന്താ നല്ല സൂപ്പർ നന്നായി. ആ സൂപ്പർ എന്നുള്ള കമൻറ്റ് കൊടുക്കാനുള്ള കാരണം എന്താണ് താത്ത? കാരണം ഷെരീഫ് പറയുന്ന ഓരോരോ ഈ ഷെരീഫ് ട്രോളുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ ട്രോളുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഷെരീഫ് ട്രോളുന്ന ശരിക്കും നേരായ വീഡിയോ ചെയ്യുന്ന നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആളാരും ഷെരീഫ് ട്രോളുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിനാന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഷെരീഫ് ട്രോളുന്നത് ആരെ? ഇങ്ങനെയുള്ളവരെയാണ്. ഒരുപാട് വേണ്ടാത്ത അനാചാരങ്ങളിലേക്ക് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കുന്നയാളാണ് ഷെരീഫ് ട്രോൾ എന്നുള്ളത്. പറയുന്നത് ഞാനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ കുറ്റം പറഞ്ഞ വയസ്സ് ഉണ്ടാക്കുന്നു. മറ്റേതാണ് കാണുന്ന അങ്ങനത്തെ കമന്റ് എടുത്ത് ബോളം പോകണം. അപ്പൊ ഇവറാത്ത് വരുന്നതിന് മുമ്പ് എന്ത് തമ്മാടിത്തരങ്ങളും ചെയ്യാം അല്ലെ? അതല്ലെന്നുണ്ടെങ്കിൽ ഒരാളായും എന്ത് തമ്മാടിത്തരം ആ ജാസിക്ക് പെണ്ണാവണം തോന്നുന്നു. ഓളെ മനസ്സിൻ്റെ ഉള്ളിൽ കാണായി നടക്കാൻ പറ്റുന്നില്ല. ഓള് കല്യാണം കഴിച്ചിട്ട് വരെ അത് കല്യാണം വരെ ഓള് വേണ്ട. അതെങ്ങനെ താത്ത ഒരാൾക്കൊരു പെണ്ണാണെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇസ്ലാമിൽ പറയുന്നില്ല. ഒരു
പെൺപേഷം കെട്ടാൻ ഒരു ആണിനോട് പറയുന്നില്ല, ആണിന് ഒരു പെൺപേഷം കെട്ടാനും പറയുന്നില്ല. പിന്നെ എന്ത് താത്ത നിങ്ങൾ പറയുന്നുള്ളത്? നിങ്ങൾ കുറേ മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. നല്ല വീഡിയോ